ഹായ്, നമസ്കാരം. ഇന്ന് നമുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ മാതിരിയാണ്. പലർക്കും അറിയാവുന്ന ഒരു കേസാണ്. ഈ തവണത്തെ വി.ഡി. സതീശൻ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം നമ്മൾ കേട്ടൊരു ടേമാണ് പ്രോ ടൈം സ്പീക്കർ. നമ്മൾ സ്പീക്കറെ കേട്ടിട്ടുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കറെ കേട്ടിട്ടുണ്ട്. ഇത് മൂന്നാമത് കേൾക്കുന്നതാണ് പ്രോ ടൈം സ്പീക്കർ. നമ്മളിതിന് മുന്നേ ലോക്സഭ രാജ്യസഭയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പ്രോ ടൈം സ്പീക്കർ. എന്താണ് ഈ പ്രോ ടൈം സ്പീക്കർ എന്നറിയാം? ഒരു നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നിലവിൽ വരുമ്പോൾ താൽക്കാലികമായി ചുമതലയേൽക്കുന്ന ഒരു സ്പീക്കർ മാത്രമാണ്. നമ്മൾ സ്പീക്കറെ അതിന് ശേഷമായിരിക്കും തെരഞ്ഞെടുക്കുക. ഈ ഒരു പുതിയ സർക്കാർ നിലവിൽ വരുമ്പോഴോ അല്ലെങ്കിൽ പുതിയ സഭ രൂപീകരിക്കുമ്പോഴോ ആണ് ഈ പ്രോട്ടൈം സ്പീക്കറെ നിയമിക്കുന്നത്. സാധാരണയായി സഭയിലെ ഏറ്റവും മുതിർന്ന അംഗത്തെയായിരിക്കും ഒരു സീനിയർ മോസ് ഈ പദവിയിലേക്ക് ഗവർണർ നിശ്ചയിക്കുക. ഈ പ്രോട്ടൈം സ്പീക്കറുടെ പ്രധാനമായ രണ്ട് ചുമതലകളാണുള്ളത്. ഒന്ന്, സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക എന്നുള്ളതാണ്. പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ MLA മാർക്കും അല്ലെങ്കിൽ ലോക്സഭയിലാണെങ്കിൽ MP മാർക്കും ഈ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക എന്നതാണ് ഈ ഈ പ്രോട്ടൈം സ്പീക്കറുടെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട്, സഭയ്ക്ക് ഒരു സ്ഥിരമായ ഒരു സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിന്റെ പ്രക്രിയ നിയന്ത്രിക്കുന്നതും ഈ പ്രോട്ടൈം സ്പീക്കർ തന്നെയായിരിക്കും. ഇദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്, ഇത് പുതുതായി സ്പീക്കറെ ഔദ്യോഗികമായി തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പ്രോട്ടൈം സ്പീക്കറുടെ ചുമതല അവിടെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഒരു വളരെ ഹ്രസ്വമായ ഒരു പദവി മാത്രമായിരിക്കും. ഏകദേശം ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന താൽക്കാലികമായ 1-2 ദിവസത്തെ മാത്രം ഒരു താൽക്കാലിക പദവി മാത്രമാണ്. ഇതൊക്കെ പലർക്കും അറിയാവുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ഒന്നുകൂടെ ഞാൻ ഷെയർ ചെയ്തതുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.